ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും മലബാർ സ്പെഷ്യൽ സ്നാക്കുമായിട്ടുള്ള ഇറച്ചി പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ മാവിൽ മാത്രവും ചെയ്യാവുന്നതാണിത്. ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇറച്ചിപ്പത്തിരിക്ക്. ഇനി നമുക്കിതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിനേക്കാൾ ഒരല്പം കൂടി കട്ടിയുള്ള ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. ഈ നെയ്യുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഈ നെയ്യ് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഞാൻ 200 ഗ്രാം ബീഫ് എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എരിവിന് ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീഫ് വേവിച്ചെടുത്തപ്പോൾ കിട്ടിയ 1/4 കപ്പ് ബീഫിൻ്റെ സ്റ്റോക്ക് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ബീഫ് കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ നോക്കിയേക്കണം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചെറിയ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പിൽ അല്പം എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് പരത്തിയെടുക്കുന്നത്. മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇത് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂടി ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി പരത്തി വെച്ച ഒരു ചപ്പാത്തിയുടെ മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റൊരു ചപ്പാത്തി കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ സൈഡൊക്കെ ഇതുപോലെ പിരിച്ച് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഒരെണ്ണം കൂടി ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ട് സൈഡൊക്കെ ഞാൻ ഫോർക്ക് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അടയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഞാൻ ഇതേ രീതിയിലും ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഒന്ന് മടക്കി പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ ചെയ്തെടുത്താലും ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം.
എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓരോ ഇറച്ചിപ്പത്തിരി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു സൈഡ് ആകുമ്പോഴേക്കും നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പത്തിരികളും ഇട്ട് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി എല്ലാം കരിഞ്ഞിട്ട് പോകും. ഇപ്പോൾ നമ്മുടെ ഇറച്ചിപ്പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാനും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനുമൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നേക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.